വരൂ വല്യേട്ടാ വരൂ. കണ്ടില്ലേ ഞങ്ങളുടെ തോട്ടത്തിൽ എന്തുമാത്രം വാഴ കൊലച്ചിരിക്കുന്നു. പക്ഷെ ഇതൊക്കെ ഇപ്പൊ പച്ചയാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും തരാൻ കഴിയില്ല. നാളെ രാവിലെ നീ വാഴക്കൊലയൊക്കെ വെട്ടിക്കുക കേട്ടോ. ആരാണോ ഈ പഴം കഴിക്കുന്നത് അവര് വളരെ ബുദ്ധിമാനും ശക്തിമാനുമായി മാറുന്നതാണ്. അവരുടെ ബുദ്ധിശക്തി 1000 മടങ്ങ് വർദ്ധിക്കും. മറ്റാര് കഴിക്കുന്നതിനേക്കാളും മുൻപിൽ ഈ പഴം ഞാൻ കഴിക്കും. Excuse me, can I please take the newspaper? ഇതൊക്കെ ആ ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ഫലമാണെന്നാ തോന്നുന്നത്. അതുകൊണ്ടാണ് ഈ കൊരങ്ങന്മാരൊക്കെ മനുഷ്യരെ പോലെ ഇന്റലിജന്റ് ആയിരിക്കുന്നത്. മനുഷ്യന്മാരെ പോലെ ഇന്റലിജന്റ് എന്നല്ല പറയണ്ടേ, മനുഷ്യൻ കൊരങ്ങന്മാരെ പോലെ ഇന്റലിജന്റാ. നിങ്ങൾ നിങ്ങളുടെ പൂർവികരെ ഒരിക്കലും മറക്കാൻ പാടില്ല. സോറി കൊരങ്ങൻ ചേട്ടാ, സോറി, അറിയാതെ പറഞ്ഞു പോയതാ. ഞങ്ങളുടെ തുണി. നീയൊക്കെ എത്ര തവണ മേലേക്ക് പോയി താഴേക്ക് വീഴും. ഇത് മനസ്സിലാക്കേ, ഇവിടെ മങ്കി കിങ്ഡം വരാൻ പോവാ. ആരെങ്കിലും ലോങ് ഡ്രൈവ് പോവാൻ വരുന്നുണ്ടോ? കള്ളൻ പിടിക്കവനെ കള്ളൻ. എന്റെ മോട്ടു പത്ലു, രണ്ടുപേരും കൂടെ എന്നെ ഒന്ന് രക്ഷിക്കേ. ഈ കൊരങ്ങന്മാരെ കൊണ്ട് ഞാൻ സഹി കെട്ടു. എനിക്കറിയാൻ പാടില്ലത് എവിടുന്ന് വന്നെന്ന്. ഓ, അപ്പൊ ഈ മോട്ടുപത്തിലുമാണ് നിങ്ങളെ രക്ഷിക്കുന്നേ. നിങ്ങൾ ചൂടുള്ള സമാസം ഉണ്ടാക്ക്, ഞാൻ അപ്പോഴേക്ക് ഇവന്മാരെ ഒന്ന് സേവിക്കട്ടെ. ഏത് തരത്തിലുള്ള സേവയാ? ആരെങ്കിലും ഡോക്ടർ ജഡ്കയെ വിളിക്ക് വേഗം. ഐഡിയ. കൊരങ്ങന്മാരെ ഞങ്ങളുടെ വിട്ടേക്ക്, അല്ലെങ്കിൽ അത് കണ്ടോ, ബോക്സറേട്ടൻ വരുന്നുണ്ട്. അത് ഞങ്ങളുടെ സുഹൃത്താണ്. ബോക്സറേട്ടൻ നിങ്ങളെയൊക്കെ ഇടിച്ചിടിച്ച് പീസ് പീസാക്കും, അല്ലേ ബോക്സറേട്ടാ? ഈ ബോക്സർ നമ്മളെ തല്ലി തോപ്പിക്കുമോ? കൂട്ടുകാരെ വരൂ, നമുക്ക് ബോക്സിംഗ് തുടങ്ങാം. ചായയും കടിയും വേണ്ടവരൊക്കെ ഇവിടെ ഇറങ്ങിക്കോളൂ. ഈ ചായക്കട സമൂസയ്ക്ക് വളരെ പേരെടുത്ത കടയാ. ചെല്ല്, പെട്ടെന്ന് ഇറങ്ങല്ലേ. ഞാൻ ഇപ്പൊ തന്നെ അങ്ങോട്ട് വരാം. ഇതാ എത്തിക്കഴിഞ്ഞു. ഡോണ്ട് ഫിയർ വെൻ ചിങ്കം ഈസ് ഹിയർ. എന്തവിടെ നടക്കുന്നത്? എല്ലായിടത്തുനിന്നും ഫോൺ വരുന്നു. നഗരം മുഴുവനും കൊരങ്ങന്മാരെ കീഴടക്കിയെന്ന്. ഇതെങ്ങനെ സംഭവിക്കും? എങ്ങനെ 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 എങ്ങനെ? ഒന്ന് പുറത്തിറങ്ങി നോക്ക് ചിങ്ങം സാറേ, അപ്പൊ നിങ്ങൾക്കൊക്കെ തെളിഞ്ഞു കാണാം. ഹലോ ഇൻസ്പെക്ടർ ചിങ്കം, ഇന്ന് മുതൽ ഈ പോലീസ് സ്റ്റേഷൻ ഞങ്ങളുടേതാ. എന്റെ പേര് ഇൻസ്പെക്ടർ ബംബം, ഇത് കോൺസ്റ്റബിൾ ടം ടം. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ല. എന്റെ പോലീസ് സ്റ്റേഷൻ ഞാൻ നിനക്ക് തരില്ല. നമ്മൾ രണ്ടുപേരും തമ്മിൽ ഒരു ഫൈറ്റ് നടത്താം. ആര് ജയിക്കുന്നോ അവർക്ക് പോലീസ് സ്റ്റേഷൻ കിട്ടും. ഓക്കേ ഓക്കേ, സമ്മതിച്ചു.
ആദ്യം ഞാൻ ഫയർ ചെയ്യാം, നീ നോക്കിയാ മതി. ഓക്കെ, ഫയർ. എന്റെ അമ്മോ. എന്റെ അമ്മോ, ഇത് ചീറ്റിംഗ് ആണ്. എന്റെ ഹെൽമെറ്റ് നിങ്ങൾ തട്ടിയെടുത്തു. എവറിത്തിങ് ഈസ് ഫെയർ ഇൻ വാർ. ഇനി ഞാൻ ഫയർ ചെയ്യാം. എന്റെ അമ്മോ, ഓടിക്കോ. ഡോക്ടർ ജഡ്കയ്ക്ക് മാത്രമേ നമ്മളെ രക്ഷിക്കാൻ പറ്റൂ. ഇതിന് മറ്റൊരു മാർഗവും ഞാൻ കാണുന്നില്ല. എന്റെ രോഗികളാണ് സത്യം. ഈ ഒരു ഒറ്റ തവണ എന്നെ വെറുതെ വിട്ടാ മതി, പിന്നെ ഞാൻ ഫുർഫുര നഗരത്തിലേക്ക് വരത്തേ ഇല്ല. പൊളിച്ചടുത്തല്ലോ. എന്റെ 20 കൊല്ലം അനുഭവത്തിൽ ഞാൻ ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ല. മമ്മി രക്ഷിക്കണേ. നിങ്ങളുടെ ഈ മരുന്ന് കൊണ്ട് ഞങ്ങളുടെ ബുദ്ധിയും ഒരുപാട് വർദ്ധിച്ചു. അതെവിടാണ്? ആ മരുന്ന് ഞങ്ങൾക്ക് ഇനിയും വേണം. പക്ഷെ എന്തിനാ വേണ്ടെന്ന് പറയൂ ചങ്കേ. നിങ്ങൾ ഇപ്പൊ തന്നെ വളരെ ബുദ്ധിമാന്മാരല്ലേ? അതിന്റെ ആവശ്യം ഇനി എപ്പോഴേലും വന്നാലോ? നിങ്ങൾ എപ്പോഴും ഞങ്ങളോട് ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് എപ്പോ വേണമെങ്കിലും ആ മരുന്ന് ഉണ്ടാക്കിപ്പിച്ചെടുക്കാമല്ലോ. രക്ഷിക്കണേ. ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൂട്ടത്തിലുള്ളവരാണ്. ഒരു സയന്റിസ്റ്റ് എന്ന് പറയുമ്പോ വാലില്ലാതെ കാണാൻ ഒരു ഭംഗിയും ഇല്ല. എന്ത് ഞങ്ങൾക്ക് വാല് മുളച്ചെന്നാ? മോട്ടു പത്ലു രക്ഷിക്കണേ. ഹെൽപ്പ്. മോട്ടു, എന്റെ ചങ്ക്, എന്റെ ബ്രോ, നീ ഇത് കണ്ടില്ലേ? അവരെന്നെ കുരങ്ങനാക്കി മാറ്റിയിരിക്കുകയാ. വരൂ, നമുക്ക് ഇവിടുന്ന് വേഗം രക്ഷപ്പെടാം. വരൂ. ഞാൻ ഈ മനുഷ്യന്മാരോട് ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്രയും നാൾ നിങ്ങൾ ഞങ്ങളെ കയറ് വെച്ച് കെട്ടിയിട്ടിരിക്കുകയായിരുന്നു. ഇന്നു മുതൽ ഞങ്ങൾ നിങ്ങളോടത് ചെയ്യാൻ പോവാണ്. ഇത്രയും നാൾ ഞങ്ങൾ ഡാൻസ് കളിച്ചു, നിങ്ങൾ കണ്ടു. ഇനി നിങ്ങൾ ഡാൻസ് കളി ഞങ്ങൾ കാണട്ടെ. പത്ലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞുകൂടെ നിനക്ക് എന്തെങ്കിലും ചെയ്യൂ. ഐഡിയ. മോട്ടു, നീ സമോസ കഴിച്ചിട്ട് ആ നേതാവിനെ യുദ്ധത്തിൽ തോൽപ്പിച്ച് ഓടിക്കേ. നേതാവ് ഓടിക്കഴിഞ്ഞാ ബാക്കിയുള്ളവരൊക്കെ ഓടിക്കോളും. ഓക്കെ, ഞാൻ എന്നാ ചായക്കടയിൽ ചെന്ന് പതുക്കെ കുറച്ച് സമൂസ കഴിച്ചിട്ട് വരാം. അപ്പൊ ഞാൻ നേതാവിന്റെ അടുത്ത് പോയി വെല്ലുവിളിക്കാൻ പോവുക. കൊരങ്ങന്മാരുടെ നേതാവേ, ഇന്ന് എന്റെ സുഹൃത്ത് മോട്ട് നിങ്ങളോട് ചാലഞ്ച് ചെയ്യാണ്. ആര് ജയിക്കുന്നുവോ അവർ ഈ ഫുർഫുറി നഗറിൽ താമസിക്കും. ബാക്കിയുള്ളവരൊക്കെ ഈ നഗരം വിട്ട് വേഗം പോയിക്കൊള്ളണം. സമ്മതിച്ചിരിക്കുന്നു. എവിടെ നിന്റെ കൂട്ടുകാരൻ മോട്ടു? എന്റെ പൊന്നു ചേട്ടാ, വേഗം കുറച്ച് സമൂസ ഇങ്ങതാ. സമോസയൊക്കെ ഇവന്മാര് തിന്നു കളഞ്ഞു. ഒരെണ്ണം പോലും ബാക്കിയില്ല. എന്ത്? പത്ലു, സമൂസ ഇല്ലെന്ന് ഇനിയിപ്പോ എന്താ ചെയ്യാ? നീ കുറച്ച് ഇടി മേടിക്ക്. അപ്പോഴേക്ക് ഞാൻ സമോസയ്ക്കുള്ള വഴി നോക്കാം. എവിടെയും ഒരിടത്ത് നിന്ന് ഫൈറ്റ് ചെയ്യണ്ടേ? എന്തിനായി ഓടുന്നേ? ഇതാണ് എന്റെ ഗുസ്തിയുടെ ഒരു സ്റ്റൈല്. മോട്ടു, ഇന്നാ പിടിച്ചോ സമൂസ.
ഞാൻ തോറ്റിരിക്കുന്നു. മതി, ഞാൻ തോറ്റിരിക്കുന്നു. ഞങ്ങൾ പോവുകയാണ് ദൂരെ എവിടെയെങ്കിലും ഒരു കാട്ടിലേക്ക്. അവിടെ ഞങ്ങൾക്കൊരു വീടുണ്ടാക്കും. സർദാർ ചേട്ടാ, നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങളെടുത്ത് വരൂ. പക്ഷെ വന്നിട്ട് മനുഷ്യരായി ഞങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്. അത്രേ ഉള്ളൂ. നിങ്ങൾ വളരെ നല്ല മനുഷ്യനാണ്. നമസ്കാരം. ഇപ്പൊ അവരൊക്കെ പോയില്ലേ, ഇനി ഞങ്ങളുടെ കാര്യം എങ്ങനെയാ? എന്റെ മരുന്നിന്റെ എഫക്റ്റ് അവരുടെ അടുത്തുനിന്ന് പെട്ടെന്ന് അങ്ങ് മാറി. പക്ഷെ അവരുടെ മരുന്നിന്റെ എഫക്റ്റിന് എപ്പോ തീരാനാ? ഞങ്ങള് പഴയതുപോലെ ആയി മാറുവോ ചങ്കേ? തലവൻ പറഞ്ഞു ഇത് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരാണെന്ന്. ഇവരെ ഞങ്ങളുടെ കൂടെ കൊണ്ടുപോകാൻ പോവാ. മോട്ടു ഡോൺ വറി. ഡോക്ടർ ജഡ്കയുടെ മരുന്നിന്റെ ശക്തി കുറയുമ്പോൾ എല്ലാം ശരിയായിക്കോളും. കൊരങ്ങന്മാരും ഡോക്ടർ ജഡ്കയും. Watch India's largest kids library only on Jio Hotstar. Download the app now.